ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൻ്റെ 8th പാർട്ടാണ്. അതിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ വാല്യൂസ് എന്താണെന്ന് പഠിച്ചു, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ പോയിന്റ് ചാർജ് എന്താണെന്ന് പഠിച്ചു. അപ്പം സപ്പോസ് ഇവിടെ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇത് ഒരു പി എന്ന് പറയുന്ന പോയിന്റ്. ഈ ഡിസ്റ്റൻസ് ഈസ് ആർ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഇ ഈസ് ഈക്വൽ ടു കെ ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². അതുപോലെ തന്നെ നമ്മൾ പോസിറ്റീവ് ചാർജ്, സപ്പോസ് കൺസിഡർ എ പ്ലസ് ക്യൂ ചാർജ്. ഈ പ്ലസ് ക്യൂ ചാർജ് ആണെങ്കിൽ നമ്മൾ ഒരു ടെസ്റ്റ് ചാർജ് Q0 എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജ് പ്ലസ് ക്യൂവിനെ അടുത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഈ പ്ലസ് ക്യൂവും Q0യും തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. അത് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പം ഈ Q0 എന്ന് പറയുന്നതാണ് ടെസ്റ്റ് ചാർജ്, അതെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജാണ്. അപ്പം ഈ പ്ലസ് ക്യൂവും കൂടെ റിപ്പല് ചെയ്യും. അങ്ങനെ ഈ ചാർജസിന് അടുത്തേക്ക്, പ്ലസ് ക്യൂ ചാർജസിന് അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ടെസ്റ്റ് ചാർജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും, ആണല്ലോ. അതേപോലെ തന്നെ ഒരു മൈനസ് ചാർജ് കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു മൈനസ് ക്യൂ ആണെങ്കിൽ ഒരു പ്ലസ് ക്യൂ ടെസ്റ്റ് ചാർജ് അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റേഡിയലി ഇൻവേർട്സ് ആയിരിക്കും, ആണല്ലോ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചു. ഇനി ഒരു പ്ലസ് ക്യൂ ചാർജ് കൺസിഡർ ചെയ്യാണ്. ഈ പ്ലസ് ക്യൂ ചാർജ് കൺസിഡർ ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ ഫ്രം ദാറ്റ് ചാർജ്. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ചാർജസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രമാത്രം സ്ഥലങ്ങളിൽ വരും, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന് ആദ്യം നോക്കാം. ആദ്യം ഞാൻ പ്ലസ് ക്യൂ ചാർജ് കൺസിഡർ ചെയ്യാം. ഒരു ചാർജ് പ്ലസ് ക്യൂ, ഇതാണ് ഒരു പ്ലസ് ക്യൂ ചാർജ്. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതേ ഡയറക്ഷനിലാണ്. സപ്പോസ് ഇലക്ട്രിക് ഫീൽഡ് ഇതേ ഡയറക്ഷൻ. ഇപ്പം ഈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ ഇത്, ദെൻ അതേപോലെ തന്നെ ഇതും. ഇങ്ങനെ വരും. ദെൻ ഇതും അതേപോലെ. ഈ ആരോസ് വരയ്ക്കുമ്പോൾ ആദ്യത്തെ ആരോസിൻ്റെ അത്രയും ലെന്ത് രണ്ടാമത്തെ ആരോസിന് കാണില്ല. ഇങ്ങനെ വരയ്ക്കും തോറും ഈ ആരോസിൻ്റെ ലെന്ത് കുറഞ്ഞു വരും. അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഈ ആരോസ് വരയ്ക്കുന്ന മുഴുവൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് കാണിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു പ്ലസ് ക്യൂ ചാർജാണ്. അതിൽ ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആണ്. അപ്പം നമ്മൾ ഫിഗറിലാദ്യം ഇലക്ട്രിക് ഫീൽഡ് പഠിച്ച സമയത്ത് ജസ്റ്റ് ഒരു പ്ലസ് ക്യൂ ചാർജ് വരച്ചു, അതിൽ റേഡിയലി ഔട്ട്വേർഡ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ വരച്ചു പഠിച്ചു, ആണല്ലോ. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആദ്യത്തേതിൻ്റെ ഡയറക്ഷൻ്റെ ലെന്ത് ഇത്രയുണ്ടെന്ന് വിചാരിക്കുക. അടുത്തത് അത്രയും കാണില്ല, ഈ ഫസ്റ്റിൻ്റെ അത്രയും കാണില്ല, കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പോകുന്നത്. അപ്പം ഈ ആരോസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, നമ്മൾ വരയ്ക്കുന്ന ഈ ആരോസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ഓരോ ആരോയുടെയും ലെന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പം ഒരു പ്ലസ് ക്യൂ ചാർജ് എടുത്താൽ ചാർജസ് റേഡിയലി ഔട്ട്വേർഡ് ആണ്, മൈനസ് ക്യൂ ചാർജ് എടുത്താൽ റേഡിയലി ഔട്ട്വേർഡ് ആണ്.
അപ്പം ഈ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആരോസും ലെന്ത് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. ഇപ്പം ഈ ലൈൻസ് ഉണ്ടല്ലോ, ഈ ലൈൻസ് റിയൽ ഓർ ഇമാജിനറി? ദീസ് ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ്. ഈ ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ പറയുന്നത് ഒരു പ്ലസ് ക്യൂ ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ടൈമിലുള്ള ഒരു ഇമാജിനറി ലൈൻസിന് പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ നിന്ന് തുടങ്ങി എവിടം വരെയും പോകും? ഇൻഫിനിറ്റി വരെയും പോകും. പക്ഷെ ഇൻഫിനിറ്റി ചെല്ലും തോറും ഇതിൻ്റെ ലെന്ത് കുറഞ്ഞു വരും. ഇൻഫിനിറ്റി ചെന്ന് കഴിയുമ്പം ഇതിൻ്റെ ലെന്ത് കുറഞ്ഞു വന്ന് ഒട്ടും ഇല്ലാത്ത ഒരവസ്ഥയെത്തും. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് തീർത്തും കുറഞ്ഞിരിക്കുന്ന അവസ്ഥ വരും. മാത്രമല്ല വേറൊരു പോയിന്റും കൂടെ ഉണ്ട്. ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ലെന്താണെന്ന് പഠിച്ചു. അതേപോലെ തന്നെ ഇപ്പം ഈ ഇത്രയും പോർഷൻ ഞാൻ എടുക്കാം. ഇവിടെ 3 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. എത്രമാത്രം നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടും തോറും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുമെന്നാണ് പറയുന്നത്. അതായത് എത്ര ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡെൻസിറ്റി ഓഫ് ലൈൻസ്. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡെൻസിറ്റി ഓഫ് ലൈൻസ്. ഡെൻസിറ്റി ഓഫ് ലൈൻസ് മീൻസ് എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടെന്ന് നോക്കുക. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടും തോറും ആ സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും. ഇപ്പം ഞാൻ ഇത്രയും പോർഷൻ എടുക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ അടുത്തടുത്താണ് ഇരിക്കുന്നത്. നേരെ മറിച്ച് ഈ പോർഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡെൻസിറ്റി കുറഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. ഇത് അകന്നകന്നാണ് ഇരിക്കുന്നത് ആണല്ലോ. അപ്പം ഡെൻസിറ്റി ഓഫ് ലൈൻസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും കൂടിക്കൊണ്ടിരിക്കും. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡെൻസിറ്റി ഓഫ് ലൈൻസ്. ഇതിൽ ആരോസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡും ലെന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡുമാണ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റേഡിയലി ഔട്ട്വേർഡ്സും, നെഗറ്റീവ് ചാർജസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈസ് റേഡിയലി ഇൻവേർഡ്സ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഞാൻ പറഞ്ഞു അത് ഇമാജിനറി ലൈൻസ് ആണെന്ന് പറഞ്ഞു. ആദ്യം പറയുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ imaginary lines. Electric field lines are imaginary lines in a region of space time along which a positive charge would move if allowed to do so. This is the definition of electric field lines. Electric field lines are imaginary lines in a space-time region, in a region of space-time. Space-time means space-time means x, y, z and t. എക്സും വൈയും ഇസഡ് ആക്സിസും കൂടെ ഒരു ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആക്സിസും കൂടെ ഉള്ളതാണ് സ്പേസ് ടൈം എന്ന് പറഞ്ഞത്. സ്പേസ് എന്ന് പറഞ്ഞാൽ അറിയാലോ 3D. അതിൻ്റെ കൂടെ ടൈമും കൂടെ ആഡ് ചെയ്താൽ സ്പേസ് ടൈം റീജിയൻ.
ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ്. റിയൽ ലൈൻസ് അല്ല, അത് ഇമാജിനറി ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ് ഇൻ എ റീജിയൻ ഓഫ് സ്പേസ് ടൈം എലോങ് വിച്ച് എ പോസിറ്റീവ് ചാർജ് വുഡ് മൂവ് ഇഫ് അലൗഡ് ടു സോ. ഒരു പോസിറ്റീവ് ചാർജിനെ ചലിപ്പിക്കാൻ നമ്മൾ അലൗ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമ്മളിപ്പോൾ മുമ്പേ പഠിച്ച കാര്യം തന്നെ, ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റും ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇനി അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ഈ ആരോസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡും ലെന്ത് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡുമാണ്. ഓൾസോ ദ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റെപ്രസെൻറ്റ് ദ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡെൻസിറ്റി എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റെപ്രസെൻറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് field. This is about the definition of electric field lines. Understood ആണല്ലോ? Electric field lines are imaginary lines in a region of space-time along which a positive charge would move if allowed to so. The direction of arrows, the direction of electric field is direction of electric field represent the arrows. Arrows represents the direction of electric field and the density of electric field lines represents the magnitude of electric field. ഇനി what are the properties of electric field lines? അത് നമ്മൾ one by one ആയിട്ട് നോക്കാം. What is the properties? First property ഇതാണ്. They originate from positive charge and terminate in negative charge. ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിലാണ് എൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പോസിറ്റീവ് ചാർജ് തുടങ്ങി നെഗറ്റീവ് ചാർജിലാണ് എൻഡ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജ്. എവിടെ നിന്ന്? പോസിറ്റീവ് ചാർജിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യും. ആൻഡ് ടെർമിനേറ്റ് ഇൻ നെഗറ്റീവ് ചാർജ്. ഫസ്റ്റ് പ്രോപ്പർട്ടി, ദേ ഒറിജിനേറ്റ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ് ഇൻ നെഗറ്റീവ് ചാർജ്. ടെർമിനേറ്റ് ഇൻ അല്ല, ടെർമിനേറ്റ് അറ്റ് നെഗറ്റീവ് ചാർജ്. അടുത്ത സെക്കൻഡ് പ്രോപ്പർട്ടി, ദേ ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. ദേ ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. ഇത് നമുക്കറിയാം, പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്താൽ ഇങ്ങനെയാണ് പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. നേരെ മറിച്ച് ഒരു മാഗ്നറ്റ് കൺസിഡർ ചെയ്താൽ അതിൻ്റെ എങ്ങനെയാണ്? നോർത്ത് സൗത്ത് ഉള്ള ഒരു മാഗ്നറ്റ് കൺസിഡർ ചെയ്താൽ ഇങ്ങനെ പോകും. റൈറ്റ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അതുപോലെ ഈ ഒരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ ദേ ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം closed loop. That is the second property. Third property is they do not terminate in space. സ്പേസിൽ ഇത് എൻഡ് ചെയ്യുന്നില്ല, അത് ഇൻഫിനിറ്റി വരെ പോകും. They do not terminate in space. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ 3 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ് അറ്റ് നെഗറ്റീവ് ചാർജ്. സെക്കൻഡ് ഈസ് ദേ ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. തേർഡ് ഈസ് ദേ ഡു നോട്ട് ടെർമിനേറ്റ് ഇൻ സ്പേസ്. ഇനി ഫോർത്ത് പ്രോപ്പർട്ടി, the number of field lines are subjective but
but density of field lines field line is but the density of field line is objective. Number of field lines are subjective but density of field line is objective. അതെന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു പ്ലസ് ക്യൂ ചാർജ് എടുത്താൽ ഫീൽഡ് ലൈൻസ് 4 കാണുള്ളൂ, ചിലപ്പം 2 കാണുള്ളൂ. ചിലപ്പം ഒരു പ്ലസ് ക്യൂ ചാർജ് തന്നെ എടുത്താൽ നമുക്ക് 4 8 ചിലപ്പം കാണും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ആർ സബ്ജക്റ്റീവ് ബട്ട് ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് ഈസ് ഒബ്ജക്റ്റീവ്. ദെൻ ഫിഫ്ത്ത് പ്രോപ്പർട്ടി ഈസ് the number of field lines from എന്ന് പറഞ്ഞാൽ number of field lines from പോസിറ്റീവ് ചാർജ് ആണല്ലോ. നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഫ്രം പോസിറ്റീവ് ചാർജിൽ നിന്നാണ് വെളിയിലേക്ക് പോകുന്നത് ആണല്ലോ. നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഫ്രം ഓർ ടു, ഫീൽഡ് ലൈൻസ് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ചാർജ്. Number of field lines from or to a charge is proportional to magnitude of charge. The number of field lines from or to a charge is proportional to magnitude of charge. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം സപ്പോസ് ഞാനൊരു പ്ലസ് ക്യൂ ചാർജ്, അതിൽ 2 ഫീൽഡ് ലൈൻസ് ഉണ്ട്. ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഫ്രം ഓർ ടു എ ചാർജ് ഈസ് പ്രൊപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്. അപ്പം ഇതിൻ്റെ ഈ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഈ പ്ലസ് ക്യൂ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് 2. ഇനി ഞാൻ വേറൊരു ചാർജ് എടുക്കുകയാണ്, പ്ലസ് 2Q. ഇതിൽ സപ്പോസ് 4 ഫീൽഡ് ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഈസ് 4. ഒരു എക്സാമ്പിൾ കൂടെ കാണിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണിത്. ഫിഫ്ത്ത് പ്രോപ്പർട്ടീസ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് പലതവണ. ദ നമ്പർ ഓഫ് ഇത് ഡയറക്റ്റ് ആയിട്ടല്ല, ചില ഫിഗർ വരയ്ക്കേണ്ട സമയത്ത് നമുക്ക് അത്യാവശ്യം വരും. ഇത് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഫ്രം ഓർ ടു എ ചാർജ്. Number of field charge from or to is proportional to magnitude of charge. The number of field lines from എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്, ടു എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ്. അർത്ഥം എന്താണ്? നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഫ്രം ഇത് പോസിറ്റീവ് ചാർജിൽ നിന്നാണ്, ഫ്രം നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഫ്രം പോസിറ്റീവ് ചാർജ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ടു എ ചാർജ് അത് നെഗറ്റീവ് ചാർജ്, എന്തും ആയിക്കോട്ടെ, ഈസ് പ്രൊപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്. ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലസ് ക്യൂ ചാർജ്, അതിൽ 2 ഫീൽഡ് ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2 ആയിരിക്കും. ഇനി പ്ലസ് 2Q ചാർജ്, അതിൽ 4 ഫീൽഡ് ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. 4 അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 4. ഇനി അനദർ ചാർജ് ഈസ് പ്ലസ് Q. ഇതിൽ ഫീൽഡ് ലൈൻസ് 4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2Q ചാർജിൽ എത്ര കാണും? 8 കാണും. ഇതാണ്. അണ്ടർസ്റ്റുഡ് ആണല്ലോ? എത്ര ഫീൽഡ് ലൈൻസ് ഉണ്ടോ അതാണ് ആ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഒരു ഫിഗർ തന്നിട്ട്, ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ. ഇങ്ങനെ ഫിഗർ തന്നിട്ട് വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ചാർജ് പ്ലസ് Q? 4. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ചാർജ് 2Q? നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് കൗണ്ട് ചെയ്ത് എഴുതിയാൽ 8. ദാറ്റ് ഈസ് ദ ആൻസർ.
ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് മോഡുലസ് ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്. ഇനി ഞാനൊരു -2q ചാർജ് എടുക്കുകയാണ്. അപ്പം എനിക്ക് എങ്ങനെ വരും? ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക ഫീൽഡ് ലൈൻസ്. ഇതിൻ്റെ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എത്രയാണ്? 4 ആണ്. ഇതിൻ്റെ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് 4 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 4. The magnitude of charge is 4 is modulus value. Right. ഇനി അടുത്ത ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു സിമ്പിൾ പ്രോബ്ലം. Find the ratio of Q1 by Q2. This is Q1 plus Q1 ഇത് പ്ലസ് Q2 ഇത് പ്ലസ് Q1 ഇത് മൈനസ് Q2. ഇതിലെ ഫീൽഡ് ലൈൻസ് പ്ലസ് Q ആണല്ലോ, അപ്പം ഇങ്ങോട്ട് പോകും, ദെൻ ഇങ്ങോട്ട്, ദെൻ ഇങ്ങോട്ട്, ദെൻ ഇങ്ങോട്ട്. ദെൻ അടുത്തത് ഇങ്ങോട്ട് ഉണ്ട്. നെക്സ്റ്റ് ഈസ് ഇങ്ങോട്ട്, ഇത് പോസിറ്റീവ് ചാർജാണ്, ഇത് നെഗറ്റീവ് ചാർജാണ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് Q1 by Q2. നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് നമ്മൾ മുമ്പേ പഠിച്ചെന്താണ്? നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഫ്രം ഓർ ടു ചാർജ് ഈസ് പ്രൊപ്പോർഷണൽ ടു മോഡുലസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്. അപ്പം ഫൈൻഡ് ദ റേഷ്യോ ഓഫ് Q1 by Q2 ആണ്. അപ്പോൾ അതിൻ്റെ മോഡുലസ് ഓഫ് Q1 by മോഡുലസ് ഓഫ് Q2 ഈക്വൽ ടു, ഇതിന് എത്ര ഫീൽഡ് ലൈൻസ് ഉണ്ട്? 1 2 3 4 5 6 7 8. ദറ്റ് ഈസ് Q1ന് 8 ഉണ്ട്. ഇതിന് എത്രയുണ്ട്? 1 2 3 4. That is equal to 2. This is the modulus value, only positive value. What is the original value? ഇവിടെ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്. Therefore, answer is ratio of Q1 by Q2 is -2. But since -4 modulus ആണ് ഇവിടെ എടുക്കുന്നത്, അതുകൊണ്ടാണ് നമുക്കിവിടെ 2 കിട്ടിയത്. പക്ഷെ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആകുമ്പോൾ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. Therefore, -2 is the answer. ഇനി നെക്സ്റ്റ് പോയിന്റ്, 5 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ആറാമത്തെ പ്രോപ്പർട്ടീസ്, ഇത് ഫീൽഡ് ലൈൻസ് are symmetric about the line joining two charges. The field lines are symmetric about the line joining two charges. Suppose consider this is the Q1 charge, this is the Q2 charge. Direction is this direction. This angle is alpha, this angle is beta. പറഞ്ഞിരിക്കുന്നതാണ്, the field lines are symmetric about the line joining two charges. ഫീൽഡ് ലൈൻസ്, രണ്ട് ചാർജസിനെ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പം the field lines are symmetric about the line joining two charges. രണ്ട് ചാർജസ് Q1 Q2
ചാർജസ്. ഈ രണ്ട് ചാർജസിനെയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് ഫീൽഡ് ലൈൻസ് വരച്ച് ജോയിനിങ് ചാർജസ് തമ്മിൽ ഫീൽഡ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ രണ്ടും എന്തായിരിക്കും? സിമട്രിക് ആയിരിക്കും. ഇങ്ങനെ സിമട്രിക് ആയിരുന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ ആംഗിളും സെയിം ആയിരിക്കും. ആൽഫയും ബീറ്റയും സെയിം ആയിരിക്കും. മനസ്സിലായല്ലോ? 6th പോയിന്റ് ഇതാണ്. ദ ഫീൽഡ് ലൈൻസ് ആർ സിമട്രിക് എബൌട്ട് ദ ലൈൻ ജോയിനിങ് ടു ചാർജസ്. ഇത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് ചാർജുമാണ്. ഇങ്ങനെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഈ ഫീൽഡ് ലൈൻസ് ഉണ്ടല്ലോ, ഈ ഫീൽഡ് ലൈൻസ് രണ്ടും എന്താണ്? രണ്ട് ചാർജിനിടയ്ക്കുള്ള ഫീൽഡ് ലൈൻസ് എന്തായിരിക്കും? സിമട്രിക് ആയിരിക്കും. അപ്പം ഈ രണ്ട് ആംഗിൾസും ആൽഫയും ബീറ്റയും സെയിം ആയിരിക്കും. അതേപോലെ ഇൻ കേസ് ഈ ഒരു എക്സാമ്പിൾ ഞാൻ ആദ്യം വരച്ച ഈ എക്സാമ്പിളിൽ ഈ ആൽഫ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ബീറ്റ വാല്യൂ അണ്ടർസ്റ്റുഡ് ആണ്. ആൽഫയാണ് വലുത്, ബീറ്റ കുറവാണ്. ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഹയർ ദ വാല്യൂ ഓഫ് ആംഗിൾ ലെസ് ദ വാല്യൂ ഓഫ് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ്. ഹയർ ദ വാല്യൂ ഓഫ് ആംഗിൾ ലെസ് ദ number of field lines. അതായത് ഇതൊരു ചാർജ് ക്യൂ. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ 4 ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ 90 ഡിഗ്രി 90 ഡിഗ്രി 90 ഡിഗ്രി ആണല്ലോ. അതുപോലെ തന്നെ ഒരു ചാർജ് ക്യൂ ആണ്. അതിൽ 8 എണ്ണം വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളിൽ കുറവ് വരും ആണല്ലോ. ഹയർ ദ വാല്യൂ ഓഫ് ആംഗിളിന്റെ വാല്യൂ കൂടും തോറും ലെസ് ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് കൂടും. നമുക്കിത് എക്സാമ്പിൾ ആയിട്ടല്ല വേണമെങ്കിൽ 7th പോയിന്റ് ആയിട്ട് തന്നെ എടുക്കാം. അതായത് ആദ്യം പറഞ്ഞത് ദ ഫീൽഡ് ലൈൻസ് ആർ സിമട്രിക് എബൌട്ട് ദ ലൈൻ ജോയിനിങ് ടു ചാർജസ്. രണ്ട് ചാർജസ് ലൈൻ ജോയിനിങ് ചാർജസ് രണ്ട് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ സിമട്രിക് ആയിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ സിമട്രിക് ലൈൻസിൽ ഈ ആംഗിൾ ഡിഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആംഗിൾ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഹയർ ദ വാല്യൂ ഓഫ് ആംഗിൾ ലെസ് ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ആണ്. അതായത് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് കുറവായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ചാർജ് എടുത്തു, ഇപ്പോൾ 4 എണ്ണ ഉള്ളെങ്കിൽ ഉള്ള ആംഗിൾ അല്ല, രണ്ട് ലൈനുകൾ ഇടയ്ക്കുള്ള ആംഗിൾ ആയിരിക്കില്ല 8 എണ്ണം ഉള്ളപ്പോൾ. ഇനി 16 എണ്ണം ഉള്ള സമയത്താണെങ്കിൽ ഇങ്ങനെ വരച്ച് ഈ ഫീൽഡ് ലൈൻസ് കൂടും തോറും ആംഗിളിന്റെ വാല്യൂ കുറയും. അതായത് ആംഗിളിന്റെ വാല്യൂ കൂടും തോറും ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കൂടും, അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസിന്റെ ഇന്റൻസിറ്റി കുറയും. ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് കുറയും. ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് കുറയുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു എന്നർത്ഥം. മനസ്സിലായല്ലോ? അതായത് the field lines are symmetric about the line joining two charges, and the higher the value of angle between the electric field lines, less the number of field lines. That is the 7th point. ഇനി അടുത്ത പോയിന്റ്, the density. ഡെൻസിറ്റി മീൻസ് റിലേറ്റീവ് ക്ലോസ്നെസ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫീൽഡ് ലൈൻസ് ഉണ്ടല്ലോ വരയ്ക്കുന്ന, ആ ഫീൽഡ് ലൈൻസ് അടുത്തടുത്തിരിക്കുന്ന അവസ്ഥ. റിലേറ്റീവ് ക്ലോസ്നെസ്, അടുത്തിരിക്കുന്ന അവസ്ഥ. റിലേറ്റീവ് ക്ലോസ്നെസ് ഓഫ് ഫീൽഡ് ലൈൻസ് ഗീവ്സ് എന്താണ് കിട്ടുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫീൽഡ്. The density അല്ലെങ്കിൽ relative closeness of field lines gives the magnitude of field. Suppose ഇങ്ങനെ ഒരു ഫിഗർ, ഇതേപോലെ തന്നെയാണ് ഇവിടെ വരയ്ക്കുമ്പോൾ അങ്ങനെയായി മാറും. ഇങ്ങനെ സപ്പോസ് ദിസ് പോയിന്റ് ഈസ് എ, ദിസ് ഈസ് ബി, ദിസ് ഈസ് സി. ഇത് തന്നെയാണ് ഇവിടെ കേട്ടോ, ഇതേപോലെ തന്നെ വരണം ഇവിടെ. ഇത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണെന്ന് വിചാരിക്കുക.
വാട്ട് ഈസ് ദ ഇത് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ഇ എ, ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ബി, ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് സി. ദ ഡെൻസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസ്നെസ് ഓഫ് ഫീൽഡ് ലൈൻസ് ഗീവ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫീൽഡ്. അപ്പം ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ മൂന്നാമത്തെ പോയിന്റ് പറയാം. ആദ്യം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ്റെ അവിടെ പറഞ്ഞു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ലെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ആ ആരോസിന്റെ ലെന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു. രണ്ടെന്ന് പറയുന്നത് എത്ര എണ്ണം, ഒരു ഡെൻസിറ്റി ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പം ഒരു ചാർജ് വരച്ചിട്ട് 4 ലൈൻ വരച്ചു കഴിഞ്ഞാൽ 4ആണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ല അതിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ ആ എത്ര ലൈൻ ഉണ്ടോ അതാണ് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി തേർഡ് പോയിന്റ് പറയാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസ്നെസ് ഓഫ് ഫീൽഡ് ലൈൻസ് ഗീവ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫീൽഡ്. അതായത് രണ്ട് ഫീൽഡ് ലൈൻസ്, ഇതൊരു ഫീൽഡ് ലൈനാണ്, ഇതൊരു ഫീൽഡ് ലൈനാണ്, ഈ രണ്ട് ഫീൽഡ് ലൈനും തമ്മിലുള്ള റിലേറ്റീവ് ക്ലോസ്നെസ്സും എന്ത് നമുക്ക് തരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് തരും. അതിനർത്ഥം റിലേറ്റീവ് ക്ലോസ്നെസ് ഉള്ള സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും. ഇത് രണ്ടും അകന്നകന്നിരിക്കുന്ന രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും അകന്നകന്നിരിക്കുന്നിടത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കുറവായിരിക്കും. അതിനർത്ഥം ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ എ ഈസ് ഗ്രേറ്റർ ദാൻ ഇ ബി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടുതൽ ഇ എ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്തുകൊണ്ടാണ്? ഈ ഫീൽഡ് ലൈൻസ് രണ്ടും അടുത്തടുത്തിരിക്കുന്നു. ഇവിടെ ഇ എ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇ ബി കുറവാണ്. അതുപോലെ ഇ സി ഈസ് ഗ്രേറ്റർ ദാൻ ഇ ബി. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ഇ സിയിൽ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ് ആയിട്ട് ഇരിക്കുന്നു ആണല്ലോ. അതാണ് ഇ എ ഗ്രേറ്റർ ദാൻ ഇ ബി, ഇ സി ഗ്രേറ്റർ ദാൻ ഇ ബി. മനസ്സിലായല്ലോ? ഇനി അടുത്ത പോയിന്റ്, ഇത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ perpendicular to surface of charge. The electric field lines are perpendicular to surface of charge. അത് നമ്മൾ വരച്ചത് തന്നെ മനസ്സിലായി. ഇത് പ്ലസ് ക്യൂ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എപ്പോഴും എന്ത് വരുന്നത്? ഈ ചാർജിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരുന്നത്. അതായത് ഇത് ഈ ക്യൂ എന്ന് പറയുന്നത് നമ്മളൊരു ബോൾ പോലെ കൺസിഡർ ചെയ്യണം. എപ്പോഴും അത് മുകളിലേക്ക് ഇങ്ങനെ നിൽക്കും. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു സർഫസ് ഓഫ് ചാർജ്. ചാർജസിന്റെ സർഫസുമായിട്ട് പെർപെൻഡിക്കുലർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു എന്തുമായിട്ടാണ്? സർഫസ് ഓഫ് ചാർജസ്. അത് 9th പോയിന്റ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു സർഫസ് ഓഫ് ചാർജ്. ഇനി 10th പോയിന്റ്. അടുത്ത പോയിന്റ്, the tangent drawn on a field line gives the direction of electric field at that point. The tangent drawn on a field line gives the direction of electric field at that point. Suppose this is one of the field lines of electric field. Field lines. ഒരു ചാർജിന്റെ ഫീൽഡ് ലൈനാണ്. ഇവിടെ എ എന്ന് പറയുന്ന പൊസിഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ബി എന്ന് പറയുന്നിടത്തുണ്ട്, സപ്പോസ് സി എന്ന് പറയുന്നിടത്തുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ പൊസിഷനിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ടാൻജന്റ് മീൻസ് ഇങ്ങനെ വരയ്ക്കണം. ഇതേ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ദിസ് ഈസ് ഇ ബി, ദിസ് ഈസ് ടാൻജന്റ്. ദ ടാൻജന്റ് drawn on a field line. ഇതാണ് ഈ ആർക്ക് പോലെ ഞാൻ ആദ്യം വരച്ചാണ് ഫീൽഡ് ലൈൻ. The tangent drawn on a field line gives the direction of electric field at that point. എ എന്ന് പറയുന്ന പോയിന്റില് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഏതിലാണ്?
drawn on the field line. ഈ ഫീൽഡ് ലൈനിൽ വരയ്ക്കുന്ന ടാൻജന്റിന്റെ അതേ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പോൾ സപ്പോസ് ഈ പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു, ഒരു ഫീൽഡ് ലൈനിലെ ഏത് പോയിന്റ് കൺസിഡർ ചെയ്താലും അവിടെ ടാൻജന്റ് വരച്ചാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ്. ഇതാണ് പറയുന്നത് ദ ടാൻജന്റ് ഡ്രോൺ ഓൺ എ ഫീൽഡ് ലൈൻ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇനി അടുത്ത പോയിന്റ്, അതും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, 11th പോയിന്റ്. 11th point. Two electric field lines. Two electric field lines can never intersect എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ട്, intersect each other. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല. ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ intersect each other. ഇപ്പോൾ സപ്പോസ് വൺ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദിസ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇത് വേറൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ്. ഇങ്ങനെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കൂട്ടിമുട്ടിയെന്ന് വിചാരിക്കുക ഈ പോയിന്റ്. അപ്പം ഇത് കാരണം ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതേ ഡയറക്ഷനാണ്. ദിസ് ഈസ് E1. ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇവിടെ ടാൻജന്റ് വരച്ചാൽ നമുക്ക് കിട്ടും E1. ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ഇത് E2, ഇത് ഫസ്റ്റ് ഫീൽഡ് ലൈൻ, ഇത് സെക്കൻഡ് ഫീൽഡ് ലൈൻ. ഈ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഡയറക്ഷനെ കാണുള്ളൂ. അതായത് ഇതൊരു ഫീൽഡ് ലൈനാണ്, ഇതൊരു ഫീൽഡ് ലൈനാണ്. ഒരു ഫീൽഡ് ലൈനിൽ ഈ പോയിന്റിൽ കൂട്ടിമുട്ടി. ഈ പോയിന്റിൽ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ സപ്പോസ് ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ, ഈ പോയിന്റ് എന്ന് പറയുന്ന എ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അതിന്റെ ടാൻജന്റ് വരയ്ക്കുന്ന ഡയറക്ഷനിലാണ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതേപോലെ തന്നെ ഇതും ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ്, ഇതും ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് ദിസ് പോയിന്റ്. ആ പോയിന്റിൽ നമ്മൾ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ E1ന്റെ ഡയറക്ഷനും കിട്ടും. 2 എന്ന് പറയുന്ന പോയിന്റ് ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ E2ന്റെ ഡയറക്ഷനും കിട്ടും. ഈ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ വരും. ഇലക്ട്രിക് ഫീൽഡിന് ഒരു പോയിന്റിൽ തന്നെ രണ്ട് ഡയറക്ഷൻ വരില്ല, ഓൺലി വൺ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡിന് ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ വരില്ല, ഒരിക്കലും വരില്ല. അതുകൊണ്ട് വിച്ച് ഈസ് ഇമ്പോസിബിൾ. അതുകൊണ്ടാണ് പറയുന്നത് ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. Two electric field lines can never intersect each other. കാരണം because if they do so, then at the point of intersection, at the point of intersection, there will be two tangent and hence two directions and hence two directions of electric field which is impossible. അതായത് ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ ദർ വിൽ ബി ടു ടാൻജന്റ്, രണ്ട് ടാൻജന്റ് ഉണ്ടായിരിക്കും, അതിന് രണ്ട് ഡയറക്ഷൻ ആയിരിക്കും. അങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ഒരിക്കലും ഉണ്ടാകുകയില്ല, വിച്ച് ഈസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഇപ്പോൾ സപ്പോസ് ഇതൊരു പ്ലസ് ക്യൂ ചാർജാണ്, ഇതും ഒരു പ്ലസ് ക്യൂ ചാർജാണെന്ന് വിചാരിക്കും. ഇതിൻ്റെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഇവിടെയും ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ഇവിടുത്തെ ഫീൽഡ് ലൈൻസും ഇങ്ങനെ പോവാണ്. ഇവിടെ വന്ന് കൂട്ടിമുട്ടും.
റൈറ്റ്. അപ്പം കൂട്ടിമുട്ടുന്ന അവസ്ഥ ഞാൻ പറയാണ്. ഇങ്ങനെ കൂട്ടിമുട്ടുന്ന അവസ്ഥയിൽ ഇങ്ങനെ ഒരിക്കലും കൂട്ടിമുട്ടില്ല, വിച്ച് ഈസ് ഇമ്പോസിബിൾ. അങ്ങനെ കൂട്ടിമുട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഒന്ന് പ്ലസും രണ്ടും പ്ലസ് ചാർജസ് ആണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യും, ഇങ്ങനെ വളഞ്ഞങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് 2 പോസിറ്റീവ് ചാർജ് അടുത്തിരിക്കുമ്പം ഈ സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതേ ഡയറക്ഷനിലാണ്. ഒന്നോടെ വരച്ച് കാണിക്കാം. 2 പോസിറ്റീവ് ചാർജസ്, ഒന്ന് പ്ലസ് ക്യൂ, അനദർ വൺ ഈസ് ഓൾസോ പ്ലസ് ക്യൂ. ഇതിൻ്റെ ഫീൽഡ് ലൈൻസ് ഞാൻ വരയ്ക്കുകയാണ്. ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇവിടെ ഒന്നും കുഴപ്പമില്ല, ഇങ്ങനെ വരച്ചു. ഇതും ഞാൻ അതുപോലെ വരച്ചു. റൈറ്റ്. ഇനി ഇവിടെ ഫീൽഡ് ലൈൻസ് വന്നു, ഇങ്ങനെ വരച്ചു. ഇവിടെ ഫീൽഡ് ലൈൻസ് വന്നു, ഇങ്ങനെ വന്ന് ഇതേ ഡയറക്ഷൻ, ഇപ്പം ഇവിടെ വന്ന് കൂട്ടിമുട്ടും. അതൊരിക്കലും സാധ്യമാകില്ല. അതിനു പകരം എന്ത് ചെയ്യും, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വളഞ്ഞെങ്ങനെ പോകും. അതേപോലെ തന്നെ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡും ഇവിടെ വന്ന് വളഞ്ഞെങ്ങനെ പോകും. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്റ്റ്. അതുകൊണ്ടാണ് 2 പ്ലസ് ക്യൂ ചാർജസിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇതേ ഡയറക്ഷനിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിൽ കാണും. മനസ്സിലായല്ലോ. ഇനി അടുത്ത പോയിന്റ് പാരലൽ സ്ട്രെയിറ്റ്. പാരലൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, പാരലൽ എന്താണ്, ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് പാരലൽ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഇക്വിസ്പേസ്ഡ്, ഒരേ അകലത്തിൽ വരയ്ക്കുന്നത്. ഇക്വിസ്പേസ്ഡ് ഫീൽഡ് ലൈൻസ് റെപ്രസെന്റ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. പാരലൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, സ്ട്രെയിറ്റ്, ഇക്വിസ്പേസ്ഡ്, ഇങ്ങനത്തെ ഫീൽഡ് ലൈൻസുകളെല്ലാം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതായത് ഇവിടുത്തെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ABC, ഇതെന്ന് പറയുന്നത് എന്താണ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ എവിടെ ABC എന്ന് പറയുന്ന പോയിന്റിലെല്ലാം ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. EA ഈക്വൽ ടു EB ഈക്വൽ ടു EC. പാരലൽ സ്ട്രെയിറ്റ് ഇക്വിസ്പേസ്ഡ് ഫീൽഡ് ലൈൻസ് റെപ്രസെന്റ്സ് ദ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നേരെ മറിച്ച് ഇങ്ങനെ ഇക്വിസ്പേസ്ഡ് ഒന്നും അല്ലാതെ വെറുതെ ഇങ്ങനെയൊക്കെ കാണുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അവിടെയൊന്നും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ല. ആ ഇലക്ട്രിക് ഫീൽഡിന് പറയും നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ഓരോ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത പോയിന്റ്, അണ്ടർ electrostatic conditions, electric field inside a conductor is absent, അല്ലെങ്കിൽ inside a conductor is 0. Under electrostatic conduction, electric field inside a conductor is absent. Electrostatic condition le electric field inside a conductor is 0. Under electrostatic condition, electric field inside a conductor is 0. In the third point, electric field lines are always perpendicular to surface of a conductor.
ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു സർഫസ് ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. That is, electric field lines are always perpendicular to the surface of a conductor. Also, ഒന്നോടെ ഒരു പോയിന്റും കൂടെ നമ്മൾ മുമ്പേ പഠിച്ചു വെച്ചിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു സർഫസ് ഓഫ് എ ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു സർഫസ് ഓഫ് എ കണ്ടക്ടർ. ഓൾസോ ഇതിന് മുമ്പ് പഠിച്ചൊരു പോയിന്റാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു സർഫസ് ഓഫ് എ ചാർജ്. This is all about the properties of electric field lines. Definition പഠിക്കണം, പ്രോപ്പർട്ടീസും പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുള്ളതുമാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുണ്ട്. കൂടാതെ ഇത് സംബന്ധിച്ച പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ട്. അത് അടുത്ത വീഡിയോസിലുണ്ടായിരിക്കും.